നട്ടപ്പാതിരാണെങ്കിലും ഞാൻ ഈ റിവ്യൂ ഇട്ടേ അടങ്ങും. കിഷ്കിന്ദ കാണ്ഡം മാൻ. ഇത് ദൃശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ മലയാളത്തിൽ നിന്ന് ഇനി എല്ലാ ലാംഗ്വേജിക്കും എടുക്കാൻ പോകുന്ന ഒരു പടം ഇതായിരിക്കും. വേറെ ലെവൽ സാധനം, ഒരു രക്ഷയില്ല. ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ് എന്നല്ല, എന്നെ പണി വെച്ചിരിക്കെ മറ്റേ കോക്ക് പറഞ്ഞ പോലെ. അതാണ് പറയാനുള്ളത്. എടേ എങ്ങനെ സാധിച്ചു ഈ സാധനം? സത്യം ബ്രില്യൻസിനല്ല, എക്സിക്യൂഷന് എങ്ങനെ സാധിച്ചു? ഹൗ അതാണ് ചോദ്യം. ഈ സിനിമ കണ്ടിറങ്ങിയവർക്ക് ഒരു ഹെവി ഹാർട്ടിലൂടെ അല്ലാതെ ഇറങ്ങാൻ പറ്റില്ല. ഹെവി ഹാർട്ട് പോട്ടെ സ്നേഹ. ഞാൻ പറയുന്നത് കുറെ ഇംഗ്ലീഷ് സിനിമകളില്ലേ, കുറെ ഇംഗ്ലീഷ് സിനിമകൾ നമ്മളിങ്ങനെ രണ്ടാമതും മനസ്സിലാക്കാൻ വേണ്ടി ഇരുന്ന് വീണ്ടും കാണുന്നുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ആണെങ്കിലും അങ്ങനെ കുറെ സിനിമകൾ നമ്മൾ ഇരുന്ന് കാണും രണ്ടാമത്. അയ്യോ ടെനറ്റ് അങ്ങനത്തെ സിനിമകൾ നമ്മൾ ഇരുന്ന് കാണൂലോ. അതേപോലെ ഈ സാധനം പല മലയാളികൾക്കും ഇരുന്ന് കാണേണ്ടി വരും. ഇത് എവിടെ കണക്ട് ആയി, ഇതാര് തിരിച്ചു, ആര് എങ്ങനെ, ഒരു കംപ്ലീറ്റ് ഒരു മിസ്റ്ററി ബോക്സ് തുറന്ന ഒരു അവസ്ഥയായി പോയി ഈ സംഗതി. പെർഫോമൻസുകൾ ഞാൻ ഒന്നും എടുത്തെടുത്ത് പറയുന്നില്ല, എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്, അടിപൊളി. വിജയരാഘവൻ ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും അപർണ ബാലമുരളി ആണെന്നുണ്ടെങ്കിലും വേറെ ലെവലായിരുന്നു. മൂന്ന് പേരും ഒന്നിനൊന്നിന് ഇടയ്ക്കിടയ്ക്ക് വന്നുപോയ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. എല്ലാരും ഒന്നിനൊന്നിന് കിടനാക്കി. പക്ഷെ ഈ മൂന്നാള് മാൻ വേറെ ലെവലാണ്. ലൊക്കേഷൻ ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിലൂടെ ആ കൊരങ്ങനെയും വെച്ചിട്ട് ഇവര് കളിക്കുന്ന ഒരു കളിയുണ്ട്. അത് സത്യം പറഞ്ഞാൽ എന്താ പറയാ, നമ്മളൊക്കെ മൈൻഡാണ് ഈ കൊരങ്ങന്റെ മൈൻഡ് പോലെ നമ്മൾ ചാടി പോണ സാധനം. ടെയിൽ ഓഫ് ത്രീ വൈസ് മങ്കീസ്, അതാണ് കറക്റ്റ് സാധനമാണത്. അതായത് മനുഷ്യന്റെ മണ്ട ഇരിക്കുന്ന ആ കൊരങ്ങന്റെ മണ്ട പോലെ തന്നെ, പക്ഷെ ബുദ്ധി കൂടി. അതായത് വേറെ ലെവൽ സാധനം. അതായത് നോർമൽ ഇപ്പൊ ഞാൻ തിയേറ്ററിൽ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മളെ മുന്നിലൊക്കെ ഇരുന്നവർ ഇത് എന്ത് പടം എന്നൊക്കെ ചോദിച്ചു പോകുന്നുണ്ട്, കളിയാക്കി പോകുന്നുണ്ട്. കാരണം അവര് കാണാൻ വരുന്നത് വേറെ എന്തോ ഒരു സാധനമാണ്. അതെ, അവർ അങ്ങനെയൊക്കെ വിചാരിച്ചു ആസിഫ് അലീന്റെ യുദ്ധപ്പടം എന്നൊക്കെ ആവും. പക്ഷെ ഇതൊന്നും അല്ല മുതല്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ക്യൂരിയോസിറ്റിന്റെ ആ എൻഡ് കൊണ്ടുപോയി നിർത്തും. അതായത് ഇത് എന്താ സംഭവിച്ചത്, അതായത് പറയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതിലെവിടെയും. ഇപ്പൊ ആസിഫ് അലീന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല, ഒന്നും സ്പൂൺ ഫീഡ് ചെയ്യുന്നില്ല. പക്ഷെ കൃത്യമായിട്ട് സിനിമ കാണണം. കടന്നുറങ്ങാനോ കുറച്ച് വലിയും ഫസ്റ്റ് ഹാഫ് കുറച്ച് വലിയുണ്ട്, ടു ബി ഹോണസ്റ്റ്. അതെ, ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കും. ഈ ക്യൂരിയോസിറ്റി ഇല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട്, അതായത് ഒരു ഇടിമാസ് എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്ന പടം വലിയും. ആ വലിച്ചിലാണ് ഈ പടത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ഒരുക്കുന്നത്. കണ്ണ് തെറ്റാതിരുന്ന് കണ്ടാൽ മാത്രമേ പടം വർക്കാവുള്ളൂ. അതെ, ഒന്നും ഒരു മിസ് എപ്പറ്റി ഒരു സ്പോട്ട് ഓൺ ആണ്. അതായത് ഒരു ക്യാമറയിൽ ഒരു സീൻ വന്നപ്പോ ആ സീനകത്തുള്ള ഡീറ്റെയിലിംഗ്, ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഈ വിഷ്വൽ ഡീറ്റെയിലിംഗ് അല്ല, ഓരോ എലമെന്റ് തരുന്നുണ്ട്. ഒരു ഡേറ്റ് ആയിരിക്കാം, ഒരാളുടെ ഡയലോഗ് ആയിരിക്കാം, പ്രോപ്പർട്ടീസ് ആയിരിക്കാം, ബ്രില്യൻസ്. അയ്യോ ഇതിൽ കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞേ മലയാളത്തിൽ നിന്ന് ദൃശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോ ഷുവർ ഷോട്ട് ഇത് ഹിന്ദി, തെലുങ്ക്, തമിഴ് എല്ലാത്തിക്കും അടിച്ചു കൊണ്ടുപോയി ഈ സാധനം. അതെ, ഇതിനൊരു കാടിന്റെ പശ്ചാത്തലത്തില് ഒരു മിസ്റ്ററി എവിടെ അൺബോക്സ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാടിന്റെ പശ്ചാത്തലത്തേക്ക് കൊണ്ടുപോകണം. ഒരു 3 പേരിൽ മാത്രം ഒതുക്കി നിർത്തുന്നു. കൊരങ്ങനെയും തോക്കിനെയൊക്കെ റെഫറൻസ് വെച്ചിട്ട് ഈ ഡയറക്ടർ കളിച്ചൊരു കളിയുണ്ട്. എന്റെ പൊന്നെ, നമ്മളെ മൈൻഡ് ഇങ്ങനെ. ഇതിന്റെ റൈറ്റർ ആരുടെ? ഇത് ബാഹുൽ രമേശ്. ഇങ്ങനെ ഇതിന് മുന്നേ പടം ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഈ ചെങ്ങാതി എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡ്യൂസറെയൊക്കെ കൺവിൻസ് ചെയ്തത് പറഞ്ഞിട്ട്. കാരണം ഇത് പെട്ടെന്ന് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺവിൻസ് ആവാൻ ഭയങ്കര പാടായിരിക്കും ആളുകൾ. പക്ഷെ ഇതിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഈ പടം എടുക്കാനും ഈ പടം എടുത്ത ആളുകളിലേക്ക് എത്തിക്കാനും ഡെഫിനറ്റ്ലി ഇതൊരു ക്ലാസ് സിനിമ. അതായത് മലയാളത്തില് ഒരു മൈൽ സ്റ്റോൺ ആണിത് മലയാളത്തിൽ. ഞാൻ ഉറപ്പിച്ചു പറയാം. നല്ലൊരു ഡയറക്ടർ കഴിയണം. അതുകൊണ്ടാണ് അത്രയും നല്ല മേക്കിംഗ് വൈസ് എന്നെ പോലെ അത് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ സ്ക്രീൻ പ്ലേ അവിടെ എവിടെയോ പാളിയോ പോയി. അത് വിഷ്വലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാ ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്ക്, അത് നമ്മൾ എഴുതിയിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മളിങ്ങനെ നോക്കി പണിയോ. സത്യമാണ്. പെർഫോമൻസ് വൈസ് അത്
വേറെ ലെവൽ പീക്ക് ഉണ്ടെന്ന്. ഇങ്ങനെ മന്ദാരം പിന്നെ അതേമാതിരി ഇന്നലെ വരെ ഇതിന് മുമ്പ് പടം ചെയ്തിട്ടുണ്ട് അതിന്റെ റൈറ്റർ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് ഹാഫ് അതേപോലെ. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഹാഫിനകത്ത് ഈ ഒരു ആസിഫ് അലി റിലേറ്റഡ് അതായത് ആസിഫ് അലി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെട്ടി മുറിച്ചിട്ട് ഇങ്ങനെ പോവാണ്. അതിന്റെ കൂട്ടത്ത് കൂടുന്ന മാത്രമാണ് അപർണ ബാലമുരളി പിന്നെ അച്ഛൻ ക്യാരക്ടർ വിജയരാഘവൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വേറെ നമുക്കൊരു മിസ്റ്ററിയാണ്. അങ്ങനെ പോണു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യണ്. ഒരു തോക്ക് വിജയരാഘവൻ, പിന്നെ കളി മാറി. പിന്നെ നമ്മള് കൊരങ്ങൻ തോക്ക് വിജയരാഘവൻ എന്ന് പറഞ്ഞ് നമ്മള് പോവാണ്. അപ്പൊ നമ്മൾ ആസിഫ് അലീനെ വിട്ടു. വീണ്ടും കളി ഷിഫ്റ്റ് ചെയ്യണു അപർണ ബാലമുരളിക്ക്. ഒരു ബോൾ എങ്ങനെ തട്ടണേ അതേപോലെ ഡയറക്റ്റ് ഇട്ട് തട്ട് ഒരു പന്ത് ഇങ്ങനെ. ഇവിടുന്ന് ആസിഫ് അലി വിജയരാഘവൻ അപർണ ബാലമുരളി ആസിഫ് അലി വിജയരാഘവൻ ഇതിനിടയിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നു പണ്ടാണ്. പിന്നെ ആ ലൊക്കേഷൻ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്റർസ്റ്റെല്ലാറുമായിട്ട് എവിടേക്കോ എന്തൊക്കെയോ എനിക്ക് തോന്നിയാലും പക്ഷെ സാധനം വർക്കായി, സാധനം പക്ക വർക്കായി. പിന്നെ ഈ കൊരങ്ങനെ വെച്ച് കളിച്ച കളി സത്യം പറഞ്ഞ നമ്മളെ പറ്റിച്ച് കൊരങ്ങനെ വെച്ചിട്ടുള്ള കാര്യം പറയാം. കാരണം എന്താ പറയുക, കൊരങ്ങനെ വെച്ച് കുറെ പ്രോപ്പർട്ടി വെച്ചിട്ട് 4-5 കളി കളിച്ചിട്ടുണ്ട്. മരത്തിന് മുകളിൽ പ്രോപ്പർട്ടി താഴെ ചാടുന്നു, നമ്മളത് നോക്കിയിരിക്കുന്നു. അതെ, കണ്ടിരിക്കണ നമ്മൾക്ക് ഗസ് അടിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാനൊക്കെയാണ് ഈ ഗസ് വിനൂബ്രോ ആണെങ്കിലും ഗസ് ഗസ്സിങ്ങാണ്. നമ്മള് പലപ്പോഴായിട്ട് പല ഗസ്സിങ്ങുകൾ നടത്തി. അല്ല ഒരു പരിധി വരെ എവിടേക്കോ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഇത് അയിമലും നിക്കണം മുതലല്ല മക്കളെ. ഇത് വേറെ ലെവല് സാധനം. മലയാളികൾ ഈ സാധനം മസ്റ്റ് വാച്ചാണ്. ഫെസ്റ്റിവൽ ടൈമാണ്, കുറെ അടിച്ചു പൊളിപ്പം പടങ്ങൾ വരും. പക്ഷെ നിങ്ങൾക്ക് ബ്രില്യൻസ്, സ്ക്രിപ്റ്റിലെ ബ്രില്യൻസും ഒരു ഡയറക്ടർ ബ്രില്യൻസും ഒരു ആക്ടിങ് ഒരു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റും അത് പണിയെടുക്കാൻ അറിയുന്ന ഒരു ഡയറക്ടറും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെ കൊടന്നിട്ട് എന്താ ചെയ്യാറ് പിഴിഞ്ഞ് അഭിനയിപ്പിക്കുക. പിന്നെ ഈ വർഷം പീക്കിലാണ് ആസിഫ് അലി. സ്കോറിംഗ് ആണ് ആസിഫ് അലി. പിന്നെ ഈ ചില സിറ്റുവേഷൻസിലുണ്ടല്ലോ ഈ സിനിമയ്ക്ക്, ചില സിറ്റുവേഷൻസിൽ ഇതിന് മിസ്റ്ററി മാത്രമല്ല, ഈ കഥയ്ക്കകത്ത് മിസ്റ്ററി മാത്രമല്ല, ഇതിനകത്തൊരു മെസ്സേജ് കൂടി ഉണ്ട്. അതായത് ഈ അച്ഛനമ്മ ആ ഒരു മെസ്സേജ് കൂടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഈ അച്ഛൻ മകൻ ഈ വയസ്സായവരും അങ്ങനെ വേറൊരു സാധനം കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് തലത്തിലിരുന്ന് ചിന്തിച്ചും ഏത് ഡയമെൻഷനിക്കും ഈ സിനിമയിലെ കഥേനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു കൊറേ എങ്ങനെയും കാണാം നമുക്ക് ഈ സാധനം. ഭയങ്കര സംഭവമായി, ഒരു രക്ഷയില്ല. സത്യം പറയാലോ, എനിക്ക് ഇന്ന് രാവിലെ വരെ ഞാൻ ARM ഒന്നുകൂടി കാണാന്ന് വിചാരിച്ച ഇല്ല. ഈ സാധനം ഞാൻ എന്താണെങ്കിലും ഒന്നുകൂടി കാണും. എന്നിട്ട് ഞാൻ OTT വരുമ്പോൾ വീണ്ടും പെട്ടിരുന്ന് കാണും. കാരണം ഇത് എവിടെ കണക്ട് ആയി. കാരണം ആരാണ് ഈ പസിൽ സോൾവ് ചെയ്ത് ആദ്യം എന്നുള്ളതാണ്. അതാണ് ടെയിൽ പറഞ്ഞത് 3 വൈസ് മങ്കീസ്. എല്ലാരും വൈസ് മങ്കീസ് ആണ്, എല്ലാരും ബുദ്ധിയില്ലാത്തില്ല. പക്ഷെ അതൊരു എന്താ പറയാ, ഹോട്ടലിൽ നമ്മൾ പറഞ്ഞു ഹോട്ടലിൽ പോയി ട്രൈ ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളും ആ ഒരു ഫ്ലോയിലാണ് പോയി. ഹോട്ടലൊക്കെ മിസ്സായി കഴിഞ്ഞു ഞങ്ങളത്. അപ്പൊ എന്താണ് ട്രൈ ക്യാപ്പ് നേരെയാണ്. ഓക്കെ ഫൈൻ. അപ്പൊ എന്താണെങ്കിലും ഗൈസ് മസ്റ്റ് വാച്ച് ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങള് രാവിലെ കണ്ട പടം ആസിഫ് അലി ഫാൻസിന് വിജയരാഘവൻ ഇതിലാരും അങ്ങനെ ഒരു ആസിഫ് ഞാൻ ഒരു കാര്യം അതേ പറയുന്നു. ഈ സിനിമ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ആസിഫ് അലി പടം എന്ന് പറഞ്ഞു പോകരുത്. ദിസ് ഈസ് അവരുടെ പ്രോപ്പർ സിനിമ, ഒരു കംപ്ലീറ്റ് പാക്കേജ്. ആ എൻറ്റയർ ടീമിന്റെ സിനിമയാണിത്. ഇതങ്ങനെ എന്താ പറയാ, ഒറ്റ ഇവിടെ സാധനം സംഭവിക്കുക എന്താ, ഒരു പടം വരുന്നു അതിൽ നടൻ ഭയങ്കര ഇതങ്ങനെയല്ല. ഈ സാധനം സ്ക്രിപ്റ്റ് ആണ്, ഇതിന്റെ ഡയറക്ഷൻ ആണ്. ഉറപ്പാ ഉറപ്പിച്ചോ. ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദൃശ്യം കഴിഞ്ഞ് ഇനി അടുത്ത ഒരു മലയാളത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാരും ഇത് സാധനത്തിന്റെ പിന്നാലെ ആയിരിക്കും. ഈ സാധനത്തിന്റെ പിന്നാലെ ആയിരിക്കും ഉറപ്പാ കാര്യം. തിയേറ്റർ വാച്ചിനുപരി ഇൻഡിവിജ്വൽ വാച്ചാണ്, എല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. ഇതെന്താ പറയാ, തിയേറ്റർ വാച്ചിൽ ക്രൗഡിനൊപ്പം നിങ്ങൾ ഇരുന്നോ, പക്ഷെ സിനിമ ആസ്വദിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ജോണർ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഈ ഒരു ജോണർ ആസ്വദിക്കാനും ഇതിന്റെ ഡെപ്ത് മനസ്സിലാക്കാനും പറ്റാത്ത ടീമിന്റെ ഒപ്പം പോയി വേൽമുരുക ഹരോഹര എക്സ്പെക്ട് ചെയ്ത് പോയാൽ
ആ ടീമിനൊപ്പം പോയാൽ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകും. കാരണം അവർക്ക് എപ്പോഴും ഡിസ്ക് വേണം. അതില്ല, ഭയങ്കര കെയർഫുൾ ആയിട്ട് മൈന്യൂട്ട് ആയിട്ട് ഒരുപാട് ഡീറ്റെയിലിങ് കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ പടം ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ കണ്ണെടുക്കാതെ കാണണം, ആണ് മെയിൻ. കണ്ണെടുക്കാതിരുന്ന് കാണണം. ബ്രില്യൻറ്റ്. അതായത് മലയാള സിനിമയിൽ ഞാൻ പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും ഈ പടം. വേറെ ആസിഫിന് എന്തൊക്കെ കൂമൻ ഇത് ആസിഫലിക്ക് കിട്ടല്ലോ കേട്ടോ. ലെവൽ ക്രോസ്, അതെ ലെവൽ ക്രോസ് വേറൊരു സാധനം, ഇത് വേറൊരു സാധനം, തലവന് വേറൊരു സാധനം. ആസിഫലി അതെ കിടിലൻ. മസ്റ്റ് വാച്ചാണ്, മിസ്സാക്കരുത് നിങ്ങൾ ഈ പടം. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ, അടുത്തുള്ള തിയേറ്ററിൽ വേഗം ബുക്ക് ചെയ്തോ. കിടിലൻ പടം. ഇത് ഞാൻ എന്റെ അങ്ങേരും അപർണ കുറെ ആയില്ല അഭിനയിച്ചിട്ട്, കുറച്ചായി. അതെ കുറച്ചായി ഇപ്പൊ. എന്താണെങ്കിലും സൂപ്പർ മൂവി. ഇവർ രണ്ടാളും ആസിഫ് അലിയാ പറഞ്ഞു കുറച്ചു കാലത്തിന് ശേഷം. എന്താണെങ്കിലും ബൈ.